മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടം. ഉയർന്ന തിരമാലയെ തുടർന്ന് സഞ്ചാരികൾ കടലിൽ വീണു. കുട്ടികളടക്കം 15 പേർക്ക് പരിക്കുപറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സൂര്യ, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? നമുക്കറിയാം, ടൂറിസത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും വലിയ അപകട ഭീതി ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ളത്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ നില എങ്ങനെയാണ്? ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലല്ലോ? ഭദ്ര, കുറച്ച് മുൻപാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെടുന്നത്. ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു കൈവരി തകരുകയായിരുന്നു. ഈ സമയത്ത് ബ്രിഡ്ജിൽ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഈ സഞ്ചാരികൾ കടലിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളാണ് ഉണ്ടായിരുന്നത്. 15 പേർ ഏകദേശം ഉണ്ടായിരുന്നു. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അനധികൃതമായിട്ട് 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് ബ്രിഡ്ജിൽ കയറിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. ശക്തമായ തിരമാലകളുള്ള കടലിൽ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് നേരത്തെ തന്നെ ജനങ്ങൾ എതിർപ്പ് അറിയിച്ചിരുന്നതാണ്. മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു വിനോദസഞ്ചാര വകുപ്പിന്റെ വകയായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ സ്ഥാപിച്ചിരുന്നത്. എന്തായാലും ഈ അപകടം സംഭവിച്ച 15 പേരെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നാദ്ര, അതുപോലെ തന്നെ ഋഷഭ് തുടങ്ങിയവരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഭദ്ര. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന അപകടമുണ്ടായിരിക്കുന്നത്. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്.